ഇപ്പോഴും അന്വേഷിച്ച് ഇപ്പൊ വരുന്ന പ്രതീക്ഷിച്ചിരിക്കുവാണല്ലേ? വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്നത്. ഉം. കുഴപ്പമില്ല, പാവം പിടിച്ചൊരു പുള്ളിയോ. ഉം. മോളുടെ കാര്യം കേട്ടപ്പോൾ എന്തോ ചെയ്തെന്നുള്ളത് നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. ഓരോ വണ്ടി വരുമ്പോഴും ഗീത ഓടി വരും. ഒരു കാലച്ച കേട്ടാൽ ഗീത വെളിയിലേക്ക് ഓടും. സദാസമയവും പുറത്തെ ഇടവഴിയിലേക്കാണ് നോട്ടം മുഴുവൻ. തൻ്റെ ജീവൻ്റെ ജീവനായ സുനിലേട്ടൻ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന കാഴ്ച അവർ സ്വപ്നം കാണുന്നു. ഓമനിച്ചു വളർത്തിയ ഏക മകൾ ഗ്രീഷ്മ ഒരു കടുങ്കൈ കാണിച്ചു. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയം ആ പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിച്ചു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ മകൾ എന്തിനാണ് ആ അവിവേകം കാണിച്ചത്? വിഷാദ രോഗത്തിന് ചികിത്സിക്കുന്നു എന്ന് അമ്മ പറയുന്നു. മകളുടെ മരണവിവരം അറിഞ്ഞ് ജോലിസ്ഥലമായ കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയ സുനിലിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. കല്ലിശ്ശേരി ആറിൻ്റെ തീരത്ത് വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി. പോലീസും നാട്ടുകാരും ദിവസങ്ങളായി ആറ്റിൽ മുങ്ങിത്തപ്പിയിട്ടും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. സുനിൽ എവിടെ പോയി? മോളുടെ മരണം അയാളെ തകർത്തു പോകും. ഞാൻ രാവിലെ 8 മണിയായപ്പോൾ അന്ന് അങ്ങോട്ട് പോയത്. ഇന്ന് 6:30 ആകുമ്പോൾ പോകുന്നതാ. അന്ന് പിന്നെ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. 8 മണിക്ക് പോകാനായിട്ടിരുന്നില്ല. എന്നാൽ വീട്ടിലോട്ട് വരാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴും അവിടെ കമ്പ്യൂട്ടർ പ്രശ്നമുണ്ടെന്ന് മറ്റേ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു. അതായത് ഞാൻ 8 മണി കഴിഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ അത് നോക്കി കറക്റ്റായിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ന് ഞാൻ വന്ന് വീട്ടിൽ വിളിച്ച് കഴിയുമ്പോഴാണ് മോള് വന്ന് കതവ് തുറക്കുന്നത്. അതായത് അന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് നോക്കിയപ്പോൾ പിന്നെ സംഭവം കുളിച്ച് തുണിയൊക്കെ നനച്ച് വെച്ചു. അപ്പോൾ കുളിച്ചിട്ടിരിക്കും ഞാൻ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത്. മോള് മൂക്കിച്ചിട്ട് മെന്റലി ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. ചേച്ചി വളരെ കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. ടെൻഡൻസി നേരത്തെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവള് ചെറുപ്പത്തിൽ തൊട്ട് ചെറിയ പ്രശ്നത്തിൽ ഒരിച്ചിരി മെന്റലി ഡിപ്രസ്ഡാണ്. സൈസായിരുന്നു നേരത്തെ തൊട്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അവൾക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ വല്ലതും പറഞ്ഞാലും ചെറിയ വിഷയം മതി. പെട്ടെന്ന് ഫീൽ ചെയ്യും. വീട്ടിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെ വേറെ ഒരാൾ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ പ്രശ്നമാണ്. വഴക്കായിട്ടൊന്നും അല്ല, എന്തെങ്കിലും അവിടെ ഒരു നേച്ചർ അനുസരിച്ച് നമ്മൾ നിൽക്കണം അവളെ കൂടെ. അതായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിപ്പോ എപ്പോഴും ഒന്നുമില്ല, ചില സമയത്ത് മാത്രം. ഞാൻ മെഡിസിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛന് നമ്മളെല്ലാരും നല്ല ഇത് പിന്നെ അച്ഛനെ ആരെ വിളിച്ച് പറയുന്നത്? കോട്ടയത്ത് ജോലിയുള്ള അച്ഛനെ വിളിച്ച് പറയുന്നത്? രാവിലെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഞാൻ ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫോണില്ലായിരുന്നു. പിന്നെ അപ്പുറത്തെ വിളിച്ചപ്പോൾ അപ്പുറത്തെ ആ ചേട്ടൻ എടുത്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ തന്നെത്താനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ എനിക്കറിയത്തില്ല, ഫോൺ പിന്നെ എൻ്റെ കയ്യിലും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കിയപ്പോൾ ടൈമൊക്കെ വന്നപ്പം ബസ്സിൽ അവിടെ ആ സമയം വരെ ഉള്ളായിരുന്നു സിഗ്നലും കിട്ടിയത്. പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു പിടിയില്ലേ? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഇവരൊക്കെ ഉണ്ടെന്ന് തോന്നില്ലേ, നേവിയിലൊക്കെ 2-3 ദിവസം ഇല്ല, അങ്ങനെ പറയുന്നൊന്നുമില്ല. ചിലപ്പോ സ്റ്റേറ്റ് വിട്ട് അങ്ങനെ പോയോ ഒരു പുള്ളിയെ പെട്ടെന്ന് എന്തെങ്കിലും സഹിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ള മനുഷ്യനല്ല. അച്ഛനും മോളും വലിയ ഇഷ്ടത്തിലായിരുന്നു. അച്ഛനും മോളും ഞങ്ങളുമായിട്ട് എല്ലാവരും. പക്ഷെ അച്ഛനും മോളൊന്നും ചെറിയ പ്രശ്നങ്ങളൊന്നും സഹിക്കുന്നവരില്ല. അവരൊക്കെ ഇച്ചിരി നിസാര കാര്യങ്ങളൊക്കെ പാവം, അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. കട്ടിയായിട്ടുള്ള മനസ്സൊന്നും അല്ല. പിന്നെ ഞാനേ ഉള്ളൊരു പുള്ളിയും വല്ല പാവം ഒരു ഇതായിരുന്നു, ഒരു ഇതൊന്നും ഇല്ലാത്ത. എവിടെങ്കിലും പോയി കാണാൻ വിഷമമുണ്ട്, അതായിരിക്കും അല്ലേ? ഇവരുടെ ആരായിട്ട് വരും? ഞാൻ അവിടെ അമ്മയാണോ? ഇവര് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി കളഞ്ഞു മോളല്ലേ? വിഷമമായി പോയി. എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. യഥാർത്ഥത്തിൽ ഇപ്പോഴും അന്വേഷിച്ച് ഇപ്പൊ പ്രതീക്ഷിച്ചിരിക്കുവാണല്ലേ? പ്രതീക്ഷയിലാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്നത്. കുഴപ്പമില്ല, പാവം പിടിച്ചൊരു പുള്ളിയോ. മോളുടെ കാര്യം കേട്ടപ്പോൾ എന്തോ ചെയ്തെന്നുള്ളത് നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. ടെൻഷനില്ല. ഓരോ വണ്ടി വരുമ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. വണ്ടിയുടെ നമ്മൾ വെളിയിലോട്ടൊക്കെ സ്റ്റേഷനിലോട്ടൊക്കെ ഓരോരുത്തർ ഇത് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കിട്ടുന്നോ ഇല്ലയോ എന്ന് അറിയാൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ഇപ്പൊ എന്ത് പറഞ്ഞാ ആശ്വസിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞ മോള് ഒറ്റപ്പെട്ട ഒരവസ്ഥയല്ലേ? മോളും പോയി, അച്ഛനും പോയി. അത് തന്നെ, അതാ ഇപ്പൊ ഒരു ടെൻഷൻ. അതിന്റെ അവസ്ഥ എങ്ങനെ ഇപ്പൊ? മോളിപ്പം ഇപ്പഴും ഒറ്റയിരിപ്പാണ് എങ്ങനെ തന്നെ? അല്ലിപ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇനി ഞാൻ ഇനി കൊണ്ടുവന്നില്ലയോ, അവിടെ അടക്കണ്ടാകുമ്പോ ഇനി കൊണ്ടുവന്ന് ഇവിടെ അടക്കി ഇരിക്കുമല്ലേ ഞങ്ങളിപ്പം. പിന്നെ അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാനാ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. എപ്പോഴായാലും അവനെ പ്രതീക്ഷിച്ചൊരിരിപ്പ് ഇരുന്ന അത്രയും ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. ഇന്നോ നാളെയോ വരും എന്നുള്ള ഒരു ഇതിലിരിക്കുക. എവിടോട്ടേലും മാറിയതായിരിക്കും ആ പ്രയാസം കൊണ്ടെന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങൾ. ഒറ്റ മോളല്ലേ, ലാളിച്ചല്ലേ വളർത്തി ഒരുപാടല്ലേ? നല്ലപോലെ അവളെ താഴെ മേലെയും വെക്കാതെ വളർത്തി. എവിടെ നോക്കിയാലും അവിടെ താമസിക്കാലും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സഹകരണമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടായിരുന്നു. അതിന് മരുന്ന് 3-5 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുന്നതാ. അവൾക്ക് പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതായിരുന്നു. അമ്മയും അച്ഛനും ഓർക്കാതെ അങ്ങ് ചെയ്തത് ഭയങ്കര അബദ്ധം കാണിച്ചല്ലേ? ആയിരിക്കും അമ്മയെ കളിപ്പിക്കാൻ നേരത്തെ ആ മാനസികാവസ്ഥ ചെയ്തതായിരിക്കും. എപ്പോഴാ അവള് ഒരു ഇതാകുന്നേന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും പുള്ളിക്കാരൻ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു ആശ്വാസം വരട്ടെ. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാ വരുമെന്നുള്ളത്. പുള്ളിക്ക് എന്തോ ഒരു പെട്ടെന്നുണ്ടായ ഒരു മെന്റൽ പ്രശ്നം കൊണ്ട് ഓടിപ്പോയതായിരിക്കും. മോള് ഇത് കാണാൻ വയ്യാന്നുള്ള ഒരു ധാരണയിൽ പോയതായിരിക്കും. അല്ലെ ഇത്രയും ദിവസവും ഇങ്ങനെ തെരഞ്ഞിട്ടും ആളിനെ കിട്ടുന്നില്ലല്ലോ. ഒന്നിലെ ബോഡിയിലും കിട്ടണ്ടേ. ഇപ്പോഴും നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. മകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അമ്മയ്ക്ക് ആ സത്യം ബോധ്യമായി. പക്ഷെ സുനിലേട്ടൻ തിരിച്ചു വരും. തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ മനുഷ്യൻ എങ്ങും പോകില്ല. ആ പ്രതീക്ഷയിൽ കഴിയുകയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഈ പാവസ്ത്രീ. ഇനി അയാൾ തിരിച്ചു വന്നില്ലെങ്കിലോ? അത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു.